ഇതാണോടാ നിന്റെയൊക്കെ മറ്റടുത്ത സർപ്രൈസ്? എടാ, ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന കന്യകനായ ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ഒരു അതിനെന്താ പറയണ ആത്മസംഘർഷം മനസ്സിലാക്കി ഞങ്ങൾ പ്ലാൻ ചെയ്ത രീതിയാണിത്. എടാ, ആരെങ്കിലും അറിഞ്ഞ നാറ്റ കേസാ. അതിലേക്കൊക്കെ പോണോ? വേണം. ഇല്ലെങ്കിലേ ആദ്യ രാത്രി നിന്റെ ഭാര്യ ഒരു നീ പകച്ച് പണ്ടാറടങ്ങി പോകും കേട്ടാ. ശരിക്കും? പിന്നെ ഞാനൊക്കെ ഒരുപാട് സ്ഥലത്ത് മാറി മാറി കേറിട്ട് എന്റെ പകപ്പ് മാറ്റി. ആരേലും അറിഞ്ഞുള്ള വില പോണ കേസാ. ആരറിയാം, നമ്മൾ മൂന്നുപേരല്ലേ അറിയത്തുള്ളൂ. ഇന്ന് തന്നെ പോണോ? മസ്റ്റായിട്ട് പോണം. പൈസ ഫുള്ള് എണ്ണി കൊടുത്തതാ. അതിനിടയ്ക്ക് കാശും കൊടുത്തോ? പിന്നെ അച്ഛനോട് ഇനി ഞാൻ എന്ത് പറയുന്ന? അച്ഛൻ ചോദിച്ചാൽ നീ പറയണം ഒരാളുടെ കാശേ കൊടുത്തിട്ടുള്ളൂ, അടുത്ത പ്രാവശ്യം പോകുമ്പോ അച്ഛനവിടെ കൊണ്ടുവന്നു. ഓക്കെ? ബെല്ലവിടറോ? ആ ബെല്ലടിച്ചേ. ചവിട്ടി പൊളിക്കേണ്ടി വരുമോ? ചവിട്ടി പൊളിക്ക് സാറേ, നല്ല വിലയുണ്ട്, കാലു പോവും. ആഹാ, നീ ഇപ്പൊ തുറന്നായി, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിച്ചാനേ. ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, കേറി പരിശോധിക്കണോ? മാറി ഇവിടെ ആരുമില്ല സർ. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഈ നേരത്തെ ഇപ്പൊ എങ്ങനെയുണ്ട്? മാറിയേ സർ, ആരുമില്ല. ഫോളോ മീ. എന്തേടോ? ഈ തൊട്ടിലൊരു കുട്ടി മാത്രമേ ഉള്ളൂ സാർ. കുട്ടി മാത്രം? ഇത് ആരുടെ കുട്ടിയാണ്? എന്റെ കുട്ടിയാ സർ, ഉറക്കായിരുന്നു, അത് തുറക്കാൻ ലേറ്റായ. അച്ചൂടാ. ഓഫീസേഴ്സ് സാർ, റോങ് ഇൻഫർമേഷൻ. എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറ. സാർ വാ 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 വാ, പോര്. റെയ്ഡ് കഴിഞ്ഞ് പോയിക്കോ. ആ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ചിട്. ഞാൻ ഈ കുട്ടിക്കൊരു പണം കൊടുത്തിട്ട് അങ്ങോട്ട് വരാം. കുട്ടിയൊന്ന് വരൂ. SI ഷിൻഡോ ഒരു മണ്ടനാണെന്ന് കരുതിയോ? എന്താ പറ്റി സർ? ഇത് റെയ്ഡൊന്നുമല്ല, ഞാൻ തന്നെ കാണാൻ വേണ്ടി വന്നല്ലേ. സർ, ഇപ്പൊ ഇതൊക്കെ പറ്റുള്ളൂ. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് യൂട്യൂബ് ചാനലുകാരല്ലേ. ഇപ്പൊ പോയില്ലേ കോൺസ്റ്റബിൾ ഉണ്ട്, അവര് 4 യൂട്യൂബ് ചാനലാ. എന്നാ സർ ഇപ്പൊ പോ, കുട്ടി ഉണരാൻ സമയായി. ആ തൊട്ടിലിൽ കിടക്കണ കുട്ടിയല്ലേ, അവനെനിക്കറിയാം. ആ കുട്ടി ഒരു തൊട്ടിയല്ലാത്തോണ്ട് ഞാനിപ്പോ പോവാ. ഇതെന്റെ വാട്സപ്പ് നമ്പറാണ്. ഫ്രീ ആവുമ്പോ വിളിച്ചാ മതി. ഞാൻ ഒറ്റയ്ക്ക് ഒരു റെയ്ഡുമായിട്ട് വരാം. വിളിക്കില്ലേ? ഗുഡ് നൈറ്റ്. താങ്ക് യു. ഇവനായിരുന്നു.